വയ്യാതിരിക്കുന്ന അമ്മ, പണിക്ക് പോകാൻ പറ്റാതിരിക്കുന്ന അച്ഛൻ, കെട്ടിക്കാൻ പ്രായമായിരിക്കുന്ന പെങ്ങള്, അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ കാശിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നിന്നെ കണ്ടത്. മതി, ഒരു 500 രൂപ ചോദിച്ചാണോ നീ? ഇപ്പൊ എന്താ എന്റെ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ പൈസ. എടാ പോയി മരുന്ന് മേടിച്ചു കൊടുക്കാം അമ്മയ്ക്ക്. പോ. ഹലോ ഹലോ, എടാ ഫ്രാങ്കോ, പൈസ തരണുണ്ടോടാ കയ്യില്? എന്ത് പറ്റിയടാ? എടാ എനിക്കൊരു 500, അല്ലടാ ഒരു 700 രൂപ വേണമായിരുന്നു. എടാ എന്റെ കയ്യിലുണ്ടാ, പക്ഷെ അക്കൗണ്ടില്ല. നീ ഇപ്പൊ എവിടെ ഉണ്ടോ? ഞാൻ ഫോറമാളില്. ഫോർമാളിലോ? ഞാൻ അവിടെ ഉണ്ടല്ലോ. അല്ല, ഞാൻ ഫോറം മാളിൽ ഇത്ര നേരം ഉണ്ടായിരുന്നു. ഞാനിപ്പോ കുറച്ചൊക്കെ അവിടെ നിന്ന് ഇറങ്ങലടാ. എന്തായിരുന്നടാ? ഒന്നില്ലടാ ഫ്രാങ്കോ, കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നതാ. ശരി. ആ ശരി ശരി ശരി. ഞാനിപ്പോ പുറത്തടാ. നിന്നെ വന്നിട്ട് ഞാൻ വിളിക്കാം. ഞാൻ വീട്ടിൽ എത്തിയിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ. എന്തുവാടാ വന്ന ഉടനെ ഇങ്ങനെ ശോകം അടിച്ച് നിൽക്കണേ? ഇനി ഒരു തേണ്ടിക്ക് ഞാൻ പൈസ കൊടുക്കത്തില്ല. നീ ഇപ്പൊ ആർക്കാ പൈസ കൊടുത്തേ? നമ്മുടെ ഒരു ആവശ്യത്തിന് പൈസ വെച്ചാൽ ഒരുത്തനും തരാൻ. അതങ്ങനെയാണ്, നമുക്കൊരു ആവശ്യം വന്ന ഒരുത്തനും കാണില്ല. പിന്നെ നീ കൊടുക്കുന്നേ? കൈ പൈസ വെച്ചിട്ട് എങ്ങനെയാ വേണ്ട? അത് നല്ല പരിപാടിയാണ്. ഹലോ എടാ, ഒരു 300 രൂപ ഉണ്ട് അവിടെ എടുക്കാൻ. കുറച്ച് അത്യാവശ്യമായിരുന്നു. ഇല്ല നോക്കണോടാ. ആ ഓക്കെ. ഹലോ, ആരാടാ? ഫ്രാങ്കോ. നീ അവനും പൈസ വെച്ചു കൊടുത്ത? എടാ ഇവനൊക്കെ വെറുതെ നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ഒരു ബോധമുണ്ടോ നിനക്ക്? നീ എന്തിനാ എല്ലാവർക്കും പൈസ കൊടുക്കാൻ പോകുന്നേ? നീയേ ബുദ്ധിമുട്ടില് എന്നിട്ട് നീ ബാക്കിയുള്ളവർക്ക് കൂടെ പൈസ കൊടുക്കുക? നീ നന്നാവില്ലടാ, ഒരിക്കലും നീ നന്നാവില്ല. ഞാൻ ഇറങ്ങി, ഞാൻ പോവാം. നീ ഇവിടെ നീ എന്തോ ആയിക്കോ. അതെ, നിന്റെ ഒരു 200 റുപ്പീസ്. അതെ, എനിക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. 25 ഗുണമേയും കൊണ്ട് നടക്കുക നാട്ടുകാർക്കെല്ലാം പൈസ കൊടുക്കാനായിട്ട്. അതെ, 25 രൂപ.